ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും കണ്ടൂടാ, ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുകളൊന്നുമില്ല. ചിന്തിച്ചു നോക്കൂ, ഒരു ചോരകൾ തമ്മിൽ ആകെ ബന്ധമുള്ളത് വാപ്പയമ്മയും ജീവിച്ചിരിപ്പുള്ളവരാണ്. വാപ്പുള്ള കാലത്തൊക്കെ ഒന്ന് അനിയനെ പോയി കാണാൻ പോകും. വാപ്പുള്ള കാലത്തൊന്നും ഉമ്മ ഉള്ളതുകൊണ്ട് ഒന്ന് അനിയന്റെ വീട്ടിലേക്കും പെങ്ങന്മാരേക്കും ഒന്ന് കാണാൻ പോകും. വാപ്പയമ്മയും മണ്ണിന്റെ അടിക്കായി കഴിഞ്ഞാൽ അതോടെ തീർന്നു പിന്നെ ബന്ധങ്ങളൊക്കെ. പിന്നെ ആരെ കാണാൻ പോകാനാ? പിന്നെ ഈ ആരെയും ആദ്യം കാണാൻ പോയത് ഉമ്മ ഉള്ളതുകൊണ്ട്. സ്വന്തം ചോരകളെ പോലും ഒരു ബഹുമാനമില്ലാത്ത, ആദരിക്കാത്ത, സ്നേഹിക്കാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ എനിക്ക് 4 പെൺമക്കളാന്ന് കരുതുക. ഇസ്ലാമിന്റെ ഒരു വലിയ തത്വങ്ങൾ മനസ്സിലാക്കേണ്ടി. എനിക്ക് 4 പെൺമക്കളാന്ന് കരുതുക. ഞാനെങ്ങാനും അപ്രതീക്ഷിതമായിട്ട് മരിച്ചോയാ, എന്റെ വീതം വെക്കുന്ന സ്വത്ത് എന്റെ അനിയനും പോകും, എന്റെ ഏട്ടനും പോകും. എന്റെ അനന്തര സ്വത്ത് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ മുതല് എന്റെ അനിയനും പോകും, എന്റെ ഏട്ടനും പോകും. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതും എല്ലാവർക്കും കാണാനും. പെൺമക്കൾ മാത്രമല്ല, കാക്കന്റെ മരണത്തോടു കൂടി പിന്നെ ചിലർ ഇസ്ലാമിന്റെ ഷറാ പറയാ, കാക്ക അങ്ങനെ പോയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഉണ്ടാവും, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ കാക്കന്റേതായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു വാങ്ങിയപ്പോ എല്ലാവരും. പക്ഷെ അത് എന്തിനാ നിങ്ങൾക്ക്